ഹലോ എവ്രി വൺ, എൻ്റെ പേര് അശ്വതി. ഞാൻ നിങ്ങൾക്ക് കേരള സിലബസിലെ 9th ക്ലാസ്സിലെ ബയോളജിയാണ് എടുക്കാൻ പോകുന്നത്. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഇംഗ്ലീഷ് മീഡിയത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയർ എന്ന് കേൾക്കുന്നത് ജൈവമണ്ഡലം എന്നാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ജൈവമണ്ഡലം. എന്താ ഈ ജൈവമണ്ഡലം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ജന്തുക്കളും സസ്യങ്ങളും അതുപോലെ തന്നെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസത്തിലെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. സോ അതാണ് എർത്ത് എന്ന് പറയുന്നത്. സോ അവരിലെ അതായത് ആ ബയോസ്ഫിയറിലെ പ്രൊട്ടക്റ്റേഴ്സ്, സംരക്ഷകർ ആരാന്ന് തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലേ. ഗ്ലോബൽ വാർമിംഗ് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ഊഷ്മാവ്, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് ഫിനോമിനൻ. ഇറ്റ് ഈസ് ലീഡ്സ് ടു റൈസ് ഇൻ ദ എർത്ത് ടെമ്പറേച്ചർ. നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ നമുക്കറിയാലോ, ഇപ്പോൾ പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ എർത്തിലെ, നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ വളരെയധികം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ റീസൺ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസിങ് ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇതുപോലെ ഭൂമിയിൽ എർത്തിൽ ചൂടുണ്ടാകുന്നത്. സോ ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ ഡേഞ്ചറസ് ഫിനോമിനൻ ദാറ്റ് ലീഡ്സ് ടു ദ റൈസ് ഇൻ ദി എർത്ത്സ് ടെമ്പറേച്ചർ അതായത് ഊഷ്മാവ്, ചൂട് എന്ന് പറയുന്ന എർത്തിൽ, ഭൂമിയിലെ ചൂട് വർദ്ധിക്കുകയാണ്. എങ്ങനെ? കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നത് മൂലം. അങ്ങനെ ഇതൊരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ പ്ലാന്റ്സിനെ കൊണ്ട് സാധിക്കും. ചെടികൾ കൂടുതലായിട്ട് കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാം, ഇറ്റ് ഈസ് ബൈ ദി ഫോട്ടോസിന്തസിസ് ദാറ്റ് പ്രോസസ്സ്. അങ്ങനെ ആ പ്രോസസ്സിലൂടെ പ്ലാന്റ്സിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഗ്ലോബൽ വാർമിങ്ങിനെ ഒരു പരിധി വരെ എതിർത്ത് നിർത്താൻ, റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കറിയാം കൂടുതലായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കൂ, ഈ ഒരു പിക്ചർ തന്നെ കണ്ടോ, ഒരു എർത്തിലെ ഒരു ഭാഗം എന്തുണ്ട്? പച്ചപ്പ് നിറഞ്ഞതാണ്. എന്നാൽ മറ്റൊരു ഭാഗം നോക്കൂ, വരണ്ട് ഉണങ്ങിയിരിക്കുന്നു. അപ്പോൾ ലെറ്റ് us യുണൈറ്റ് ടു റീഗെയിൻ അവർ ഗ്രീൻ എർത്ത് എന്നാണ് നമ്മുടെ ഈ ഒരു പിക്ചറിൽ തന്നെ കാണിക്കുന്നത്. സോ ഗ്ലോബൽ വാർമിംഗ് എന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, ഗ്ലോബൽ വാർമിംഗ് ഇസ് ദ ഡേഞ്ചറസ് ഫിനോമിനൻ ദാറ്റ് ലീഡ്സ് ടു ദ റൈസിങ് ഇൻ ദ എർത്ത് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇൻക്രീസിങ് ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്ന മൂലം ഉണ്ടാകുന്നു. ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് പ്ലാന്റ്സിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അത്രയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു സ്കെച്ച് കണ്ടല്ലോ, ഒരു ഇലിസ്ട്രേഷനാണ്. നോക്കൂ, പ്ലാന്റ്സിനെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിൽ അറ്റ്മോസ്ഫിയറിന് കാർബൺ ഡയോക്സൈഡിന് എടുക്കുന്നു. അറ്റ്മോസ്ഫിയറിന് കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് എടുക്കുന്നത്? പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, ദെൻ വാട്ടർ, മിനറൽസ്, സോൾട്ട്, ദെൻ ക്ലോറോപ്ലാസ്റ്റ്, ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി പ്ലാന്റ്സിൽ എന്തുണ്ടാകുന്ന ഫുഡ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോസിന്തസിസിനായിട്ട് പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിന് കാർബൺ ഡയോക്സൈഡ് ഇൻടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാന്റ്സിൽ എന്ത് നടക്കുന്നു? ഫോട്ടോസിന്തസിസ് നടക്കുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ആണ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് ഉണ്ടാവുകയും ചെയ്യും. അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യും പ്ലാന്റ്സ്. എപ്പോൾ മാത്രം? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിന് കാർബൺ ഡയോക്സൈഡിനെ എടുക്കുകയും ഒപ്പം അതിൻ്റെ ഫലമായി എന്തുണ്ടാകും? ഗ്ലൂക്കോസ്. പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിൻ്റെ ഫലമായി ഗ്ലൂക്കോസും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനും പുറത്തേക്ക് വിടുന്നുണ്ട്. എന്നാൽ നമ്മൾ സാധാ ഇതിൻ്റെ റെസ്പിറേഷൻ ടൈമിലാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഓക്സിജൻ തന്നെയാണ് അവർ ശ്വസിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് മാത്രമാണ് പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നത്. ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് വിടും? അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനെയും പുറത്തുവിടും, ഒപ്പം ഗ്ലൂക്കോസും ഉണ്ടാകും. ഈ ഓക്സിജന് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡയോക്സൈഡിനെ എടുത്ത് ഫോട്ടോസിന്തസിസ് വഴി പുറത്തേക്ക് വരുന്ന ഓക്സിജൻ ആനിമൽസ് ആകുമ്പോൾ ഇൻക്ലൂഡിങ് മാൻ, നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ സ്വീകരിക്കുന്നത്. നമ്മൾ റെസ്പിറേഷൻ ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ആനിമൽസ് നമ്മൾ റെസ്പിറേറ്റ് ചെയ്ത് നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് നമ്മൾ എന്താണ് പുറത്തേക്ക് വിടുന്നത്? കാർബൺ ഡയോക്സൈഡാണ്. തിരിച്ച് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളും പുറത്തേക്ക് വിടുകയാണ്.
ഈ ഗ്ലൂക്കോസ്, ഈ പ്ലാന്റ്സ് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് നമ്മൾ എടുക്കുന്നില്ലേ, അത് ഈ ചെടികളിലുണ്ടാകുന്ന ആ ചെടികൾ ഭക്ഷിക്കുന്ന മൂലം അവ ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു സർക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കണ്ടോ, പ്ലാന്റ്സ്, സസ്യങ്ങൾ, പ്ലാന്റ്സ് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ വരും, ഫോട്ടോസിന്തസിസ് വഴി എടുക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനും ഗ്ലൂക്കോസും ഉണ്ടാക്കുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മൾ ഭക്ഷണ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പ്ലാന്റ്സിനെ കഴിക്കുന്ന മൂലം ആനിമൽസിലേക്ക്, നമ്മൾ ഇൻക്ലൂഡിങ് മാൻ, നമ്മളിലേക്കും കിട്ടും. അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യും, റെസ്പിറേഷൻ വഴി, നമ്മുടെ റെസ്പിറേഷൻ വഴി നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് എടുത്ത ഈ ഓക്സിജൻ നമ്മൾ റെസ്പിറേറ്റ് ചെയ്തല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും പുറത്തേക്ക് വിടും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ മാത്രമല്ല എല്ലാ ആനിമൽസും ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും പ്ലാന്റ്സ് എടുക്കുന്നു. ഇങ്ങനെ ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ പ്ലാന്റ്സ് ആണ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാം, പ്ലാന്റ്സ് ആണ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ബയോസ്ഫിയർ അല്ലേ. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കൂടുതലായിട്ട് ദ ലെവൽ ഓഫ് ഓക്സിജൻ, അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ കൂടാതെയും കുറയാതെയും എല്ലാം ഒരു ഓപ്റ്റിമൽ ലെവലിൽ നിലനിർത്തുന്നത് ആരാണ്, പ്ലാന്റ്സ് ആണ്. ഒപ്പം തന്നെ എന്തിൻ്റെ ലെവലും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലും. സോ എന്തുകൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കുറയാത്തത്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടാത്തത് എന്നുള്ള ഒരു ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്, പ്ലാന്റ്സിൽ നടത്തുന്ന ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ്. സോ ഫോട്ടോസിന്തസിസ് വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നതും ഗ്ലൂക്കോസ്, ഓക്സിജൻ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു അല്ലേ. ആ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത് പറഞ്ഞു, സൺലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടി, ഒപ്പം മിനറൽസ്, സോൾട്ട്, വാട്ടർ, ദെൻ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയാണ് നമ്മുടെ ഇലകളിൽ, നമുക്കറിയാലോ ഇലകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി പഠിക്കാവുന്നത് എന്താണ് പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സ്. ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയാണ് കൂടുതൽ പഠിക്കാനുള്ളത്. നമുക്കറിയാം ഗ്രീൻ കളറുള്ള ക്ലോറോഫിൽ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിലെ, പ്ലാന്റ്സിലെ ഗ്രീൻ പാർട്ടുള്ള ഭാഗങ്ങളിലെല്ലാം, നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഗ്രീനാണ്, അവിടെ എല്ലാം എന്തുണ്ടെന്ന് പറയും, ക്ലോറോഫിൽ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പച്ച നിറം നമ്മൾ കാണുന്നത് ഇലകളിലാണ്. സോ അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഇലകൾക്ക് മുകളിലാണ്. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ കളറും കാണാൻ സാധിക്കുന്നത്, ഇലകളുടെ മുകൾ ഭാഗത്ത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് ക്ലോറോഫിൽ ഉള്ളത്. സോ ഇവിടെ നമുക്ക് കാണാം ഒരു പിക്ചർ, ഒരു വിഷ്വൽ കണ്ടില്ലേ, ഇതാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് ഒന്നും കൂടി അതിനെ സ്ട്രക്ചർ കുറച്ചും കൂടി അത് വലുതാക്കിയിട്ടാണ് കണ്ടോ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ് നോക്കൂ എന്തൊക്കെ സ്ട്രക്ചേഴ്സാണ് ഇതിലുള്ളത്. ഇറ്റ് ഇസ് എ ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ അല്ലേ, ഒരു ഡബിൾ മെംബ്രെയിനാണ്, രണ്ട് ഇരട്ട സ്ഥലം എന്ന് പറയും അല്ലേ. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ് ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളത്. അതിനുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ എന്ന് പറയുന്നത്, ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ദെൻ ഇവിടെ കണ്ടോ ഗ്രാന എന്ന് പറയും, ഈ പാർട്ടിനാണ് ഗ്രാന. നമുക്കറിയാലോ അല്ലേ, കോയിൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇത് സ്റ്റാക്കഡ് കോയിൻ ലൈക്ക് സ്ട്രക്ചറാണിത് കണ്ടോ. ഈ നാണയത്തുട്ടുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് പോലുള്ളതാണ്. സോ ഇതാണ് എന്ന് പറയുന്നത് ഗ്രാന. ഇത് പാക്ക് ഓഫ് മെംബ്രെയിനസ് സാക്കാണ് ഇതെന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് ജസ്റ്റ് എന്താണ് ഗ്രീൻ പോർഷൻ ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ പോർഷനിലൊക്കെല്ലാം ക്ലോറോപ്ലാസ്റ്റിൻ്റെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഗ്രീൻ കളർ ഇലകളിലായ കാരണം ഇലകളുടെ മുകൾ ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് എന്തിനെ കാണുന്നത്, ഈ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത്. അതുപോലെ അവിടെ തന്നെയാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അതിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്, അതൊരു ഡബിൾ മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചറാണ്. സ്ട്രോമ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതൊരു ഫ്ലൂയിഡ് പാർട്ടാണ്. ദെൻ ഗ്രാന, ഈ ഗ്രാനയാണ് എന്തെന്ന് പറയുന്നത് കോയിൻ ലൈക്ക് സ്ട്രക്ചറാണ്. എന്താ ഒരു സ്റ്റാക്കഡ് കോയിൻസ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്ന പോലുള്ളൊരു സ്ട്രക്ചറാണ് നമ്മൾ ഗ്രാന. പിന്നെ കൂടുതലൊന്നും നമുക്കധികം പഠിക്കാനില്ല, പുതിയ ടെക്സ്റ്റ് ആകുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ധാരാളം പഠിക്കാനുണ്ടായിരുന്നു. ഇതിന് ഈ സ്ട്രക്ചർ മുഴുവൻ പഠിക്കാനുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു പോർഷൻ കണ്ടില്ലേ, ഇതിനെ പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല. അതായത് രണ്ട് ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് പാർട്ടാണ് സ്ട്രോമ ലാമെല്ല. ഇതൊന്നും നിങ്ങൾക്ക് അധികം പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. So ഇതാണ് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ, ഫ്ലൂയിഡ് പാർട്ട് ഇസ് സ്ട്രോമ ആൻഡ് സ്റ്റാക്കഡ് കോയിൻ ലൈക്ക് സ്ട്രക്ചർ ഇസ് ഗ്രാന. ദെൻ ഫോട്ടോസിന്തസിസ് നമ്മൾ പറഞ്ഞു, ക്ലോറോപ്ലാസ്റ്റിനാണ് ഫോട്ടോസിന്തസിസ് നടക്കാമെന്ന് പറയുന്നു. ലീവ്സിൽ മാത്രമല്ല എല്ലാവരും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, കാരണം പച്ച നിറമുള്ളതെല്ലാം ഭാഗത്തും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് പറഞ്ഞു. പിഗ്മെന്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അതായത് ക്ലോറോപ്ലാസ്റ്റിലെ ഈ ഗ്രാന ഭാഗങ്ങളിലാണ് എന്തുള്ളത്, പിഗ്മെന്റ്സ് ഉള്ളത്. ഈ ഗ്രാനയിലാണ് എന്തെന്നുള്ളത്, പിഗ്മെന്റ്സ്. ഈ പിഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റിലുള്ള പിഗ്മെന്റ്സ് ആണ് ഇവിടെ നോക്കാം, ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ, ഇതെല്ലാമാണ്
പിഗ്മെൻറ്റ്സ്, ക്ലോറോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ്സ്. ഈ പിഗ്മെൻറ്റ്സ് എവിടെ കാണുന്ന പറഞ്ഞാൽ ഗ്രാനയിൽ, ഈ സ്റ്റാക്കഡ് കോയിൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഈ നാണയപ്പെട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളായ ഇവിടെയാണ് എന്തുള്ളത്, ഈ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലോറോഫിൽ എ ആണ് ഡയറക്റ്റ്ലി ഫോട്ടോസിന്തസിസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവയെല്ലാം ഈ പിഗ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ക്ലോറോഫിൽ എ മാത്രമാണ് ഡയറക്റ്റ്ലി ഫോട്ടോസിന്തസിസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫോർ ചെയ്യാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവയെ പറയുന്ന പേരാണ് ആക്സസറി പിഗ്മെൻറ്റ്സ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ഈ ക്ലോറോപ്ലാസ്റ്റിലുള്ള ഗ്രാനയിൽ ധാരാളം എന്തുന്നുണ്ട്, പിഗ്മെൻറ്റ്സ് ഉണ്ട്. ദേ ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ ഇവയെല്ലാമാണ് ആ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓൾ ദീസ് പിഗ്മെൻറ്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. ഈ കാണുന്ന എല്ലാ പിഗ്മെൻറ്റ്സും എന്ത് ചെയ്യാൻ പറ്റും, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. പക്ഷേ ക്ലോറോഫിൽ എക്ക് മാത്രമാണ് ഡയറക്റ്റ്ലി എന്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ബാക്കി എല്ലാവരും ഇതുപോലെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ ഇവയെ പറയുന്ന പേരാണ് എന്ത്, ആക്സസറി പിഗ്മെൻറ്റ്സ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് നന്നായി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.